നമസ്കാരം. ചോദിക്കൂ പറയാമെന്ന സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ചോദ്യമായി ലഭിച്ച കാര്യമെന്ന് പറയുന്നത് ഈ സഹമന്ത്രിമാര്, അതേപോലെ ഉപമന്ത്രിമാര്, ഇവരെ കുറിച്ച് ഒരു വ്യക്തമായ നിർവചനം നൽകാമോ എന്ന ഒരു ചോദ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന ഒരു ചോദ്യമാണ്. അതിൽ ആദ്യമേ തന്നെ പറയുകയാണ്, നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന പേരിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇന്ത്യൻ പോളിറ്റി എന്നുള്ള സെഗ്മെന്റിലുമുണ്ട്, അതേപോലെ ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലുമുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാകും. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം വന്ന സ്ഥിതിക്ക് അത് ഒരിക്കൽ കൂടി നമ്മൾ ഇവിടെ വീണ്ടും നൽകുകയാണ്. അപ്പോൾ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് നമുക്കറിയാം അല്ലെ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നമ്മൾ അതിനെ COM എന്ന് ചുരുക്കിയാണ് എഴുതുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? മന്ത്രിസഭയാണ്. ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 4 കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള മന്ത്രിമാർ. അപ്പൊ ഏതൊക്കെയാണ് 4 കാറ്റഗറിയിൽപ്പെട്ട മന്ത്രിമാരെന്ന് നമ്മൾ അറിയണം. ഒന്ന്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്കറിയാം, രണ്ടാമത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ റാങ്കിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ റാങ്കിലുള്ള ആളുകൾ എന്ന് പറയുന്നത് എന്താണ്? ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ. നാലാമതൊരു കാറ്റഗറി ഇവിടെ ഉണ്ട്, പക്ഷെ അത് ഇപ്പൊ നമുക്ക് നിലവിലില്ല കേട്ടോ. അത് എന്താണ്? പാർലമെന്ററി സെക്രട്ടറീസ് എന്ന് പറഞ്ഞ ഒരു തസ്തിക. ഇതാണ് നാലാമത്തെ കാറ്റഗറിയിലുള്ള മന്ത്രിമാരെന്ന് പറഞ്ഞത്. കൗൺസിൽ ഓഫ് മിനിസ്റ്ററിലെ നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇതാണ്, പാർലമെന്ററി സെക്രട്ടറീസ് എന്നാണ് പറയുന്നത്. 1967 വരെ ഇത് നിലവിലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് എന്താണ്, ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. പിന്നീട് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ 1985 കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? ഇത് വീണ്ടും വന്നു, പക്ഷെ വീണ്ടും ഇത് വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ നിലവിൽ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് പ്രാധാന്യം ഉള്ളത്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇപ്പോ നിലവിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഡെപ്യൂട്ടി മന്ത്രിമാർ എന്ന പേരിൽ ആരും തന്നെ ഇല്ല. ഈ 2 കാറ്റഗറിയിൽപ്പെട്ട മിനിസ്റ്റേഴ്സേ ഇപ്പോൾ ഉള്ളൂ അല്ലെ. ഡെപ്യൂട്ടി മന്ത്രിമാർ ആരും തന്നെ ഇല്ല. നേരത്തെ UPA മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. നമുക്ക് അറിയാം, നമ്മുടെ മുൻ സ്പീക്കറൊക്കെ ആയിട്ടിരുന്ന PA സാക്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മോള് അഗത സാക്മ എന്ന് പറയുന്ന ഒരു വനിത ഉണ്ടായിരുന്നു. അവര് ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയിട്ട് UPA ഗവൺമെന്റ്, നമ്മുടെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നതായിരുന്നു. ഇപ്പൊ ഡെപ്യൂട്ടി മിനിസ്റ്റർ എന്നുള്ള റാങ്കിൽ ആൾക്കാരെ നിയമിച്ചിട്ടില്ല. ഇനി ചിലപ്പോൾ വന്നേക്കാം. കാര്യം മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് നിയമനമൊക്കെ കൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ നിലവിലുള്ള എന്താണ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സഹമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഡെപ്യൂട്ടി മിനിസ്റ്ററിനെയായിരുന്നു നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉപമന്ത്രി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഇതിന് മുകളിൽ കിടപ്പുണ്ട് എന്താണ്, ക്യാബിനറ്റ് മന്ത്രി എന്നും പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സംശയമുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചാണ്. ക്യാബിനറ്റ് മന്ത്രിയെക്കുറിച്ചും സഹമന്ത്രിയെക്കുറിച്ചും ഉപമന്ത്രിയെക്കുറിച്ചും പിന്നെയോ ഇടക്കാലത്തൊന്ന് പൊങ്ങി വന്നിട്ട് വീണ്ടും റദ്ദ് ചെയ്യപ്പെട്ടു പോയിട്ടുള്ള പാർലമെന്ററി സെക്രട്ടറീസിനെ കുറിച്ചാണ് നമുക്ക് സംശയം വന്നിട്ടുള്ളത്. ഈ സെഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നൽകുന്ന ഒരു സെഷനാണ്. ഇതിന്റെ പേര് ചോദിക്കൂ പറയാം എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന എന്താണ്, 3ാമത്തെ സെഗ്മെന്റ് ആണത് അല്ലെ. പാർലമെന്റിനെ സംബന്ധിച്ചുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാര്യങ്ങൾ ഒരല്പം ഡീറ്റെയിൽഡ് ആയിട്ടാണ് പോകുന്നത് എന്ന് സൂചിപ്പിച്ചല്ലോ. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിയാൽ ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? ഇതെല്ലാം നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മന്ത്രിസഭ. ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മൾ എഴുതിയ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്? മന്ത്രിമാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പറ്റി ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ആർട്ടിക്കിള് 74, 75 ഈ 2 ആർട്ടിക്കിളുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. 77, 76 ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പഠിക്കേണ്ടുന്നത് ഈ 74ഉം 75ഉം ആണ്. കാര്യം എന്തെന്നറിയാവോ? 74 പറയുന്നത് എന്തെന്നറിയാവോ? There shall be a council of ministers should aid and advise the president എന്നാ പറയുന്നത്. പിന്നെയോ the council of ministers should be headed by the prime minister എന്ന് പറയുന്നുണ്ട്. പിന്നെയോ the council of ministers collectively responsible to the Lok Sabha എന്ന് പറയുന്നുണ്ട്. അത് 75ലാ പറയുന്നത്. ഇത് 74 പറയുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷുഡ് എയ്ഡ് ആൻഡ് അഡ്വൈസ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിനെ
ഡേ ടു ഡേ അഫെയർ, അതായത് ദൈനംദിന ഭരണകാര്യങ്ങളിൽ സഹായിക്കുവാനായിട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഒരു മന്ത്രിസഭ ഉണ്ടാവണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 74 75 പറയുന്നത് എന്താണെന്നറിയാവോ? ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ എന്നാ പറയുന്നത്. പ്രൈം മിനിസ്റ്റർ. അപ്പൊ കൗൺസിൽ ഓഫ് ഹെഡ് അല്ലെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഹെഡ് ചെയ്യുന്നവരാണ് പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെയോ അടുത്ത 75 അതിൽ തന്നെയുള്ള മറ്റൊരു സബ് ക്ലോസ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ ഓൺലി എന്ന് പറയുന്നതാണ് 75 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. അപ്പോൾ ഇതും രണ്ടും നമ്മൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത്യാവശ്യം മറക്കാൻ പാടില്ലാത്ത രണ്ട് ആർട്ടിക്കിളുകളാണ് എന്നോടത്തേക്ക്. ഇനി ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആരാണ് എന്ന് നമ്മൾ അറിയണം. അപ്പൊ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ആകാനുള്ള യോഗ്യത എന്താണ് എന്നറിയണം. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പല ആൾക്കാരും വിശേഷിപ്പിച്ചിട്ടുണ്ട് അല്ലെ. പല ആൾക്കാരും വിശേഷിപ്പിച്ചെന്ന് അറിയാമോ? ലോവൽ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ പണ്ഡിതൻ, ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഭരണഘടനാ പണ്ഡിതൻ വിശേഷിപ്പിച്ചത് കീസ്റ്റോൺ. നമ്മൾ ഈ കീസ്റ്റോൺ ആണിക്കൽ എന്ന് കേട്ടിട്ടുണ്ട് പലതിലും അല്ലെ. കീസ്റ്റോൺ ഓഫ് ദ പൊളിറ്റിക്കൽ ആർച്ച് എന്ന് വിശേഷിപ്പിച്ചു. കീസ്റ്റോൺ ഓഫ് ദ പൊളിറ്റിക്കൽ ആർച്ച് എന്ന് ക്യാബിനറ്റിനെ വിശേഷിപ്പിച്ച ആളാണ് ലോവൽ എന്ന് പറയുന്ന ഒരാളാണ്. കീസ്റ്റോൺ ഓഫ് ദ പൊളിറ്റിക്കൽ ആർച്ച് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേരാണ് റംസെ മൂർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. റംസെ മൂർ. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാവോ? ക്യാബിനറ്റ് ഈസ് ദ സ്റ്റിയറിംഗ് വീൽ. സ്റ്റിയറിംഗ് വീൽ ഓഫ് ദ ഷിപ്പ് എന്നാ പറഞ്ഞത്. ക്യാബിനറ്റ് അതായത് ഇറ്റ് ഈസ് ദ സ്റ്റിയറിംഗ് വീൽ ഓഫ് ദ ഷിപ്പ് ഓഫ് ദ ക്യാബിനറ്റ് എന്നാണ്. ക്യാബിനറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷിപ്പാണ്. ക്യാബിനറ്റ് ഒരു സ്റ്റിയറിംഗ് വീൽ ആണ്. ക്യാബിനറ്റ് ഈസ് ദ സ്റ്റിയറിംഗ് വീൽ ഓഫ് ദ എന്താണ്? ഷിപ്പ്. അതായത് ഒരു ഷിപ്പിന്റെ സ്റ്റിയറിംഗ് വീലിനോട് ഉപമിച്ചിരിക്കുകയാണ് ഏതിനെ? ക്യാബിനറ്റിനെ. അങ്ങനെ ഉപയോഗിച്ചതാരാണ്? റാംസെ മ്യൂർ എന്ന് പറയുന്ന ഒരാളാണ്. അതേപോലെ തന്നെ നമ്മുടെ ഐവർ ജെന്നിങ്സ് ഉണ്ടല്ലോ. ഐവർ ജെന്നിങ്സ് പറഞ്ഞിട്ടുണ്ട്, അതായത് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അതിന്റെ കോർ എലമെന്റ് അതായത് ക്യാബിനറ്റ് ഈസ് ദ കോർ എലമെന്റ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് ഐവർ ജെന്നിങ്സ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ഇത് എന്താണ്? എൻഷുവർ ദ യൂണിറ്റി ഓഫ് ദ ഗവൺമെന്റ് എന്നാണ്. ഗവൺമെന്റിന്റെ ആ ഒരു ഐക്യം എന്ന് പറയുന്നത് ഉറപ്പിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ക്യാബിനറ്റ് ആണ് എന്ന് പറഞ്ഞയാളാണ് ആര്? ഐവർ ജെന്നിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും കുറെ നിർവചനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന കുറച്ച് നിർവചനങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന് ലോവൽ എന്ന് പറയുന്ന ഭരണഘടനാ വിദഗ്ധൻ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? കീ സ്റ്റോൺ ഓഫ് ദ പൊളിറ്റിക്കൽ ആർച്ച് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലെ. കീ സ്റ്റോൺ ഓഫ് ദ പൊളിറ്റിക്കൽ ആർച്ച് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ലോവൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് വീൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ക്യാബിനറ്റിനെ. ആരാണ്? റാംസെ മ്യൂർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതെ. കോർ എലമെന്റ് വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടാണ് ഐവർ ജെന്നിങ്സ് ആണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലെ. ഇതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ക്യാബിനറ്റ് എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച്, ക്യാബിനറ്റിനെ കുറിച്ച് പറയുന്ന കാര്യം ഇതാണ്. അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ക്യാബിനറ്റിനെ പറ്റിയുള്ള വിശേഷണങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോ ഈ പറയുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മന്ത്രിസഭ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ മന്ത്രിസഭ എന്ന് പറയുന്നത് ആര് അപ്പോയിന്റ് ചെയ്യുന്നു? ഈ മന്ത്രിസഭയെ സെലക്ട് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണോ പ്രൈം മിനിസ്റ്റർ ആണോ? പ്രൈം മിനിസ്റ്റർ സെലക്ട് ചെയ്യുന്നു. അദ്ദേഹമാണല്ലോ ടീമിന്റെ ക്യാപ്റ്റൻ. അദ്ദേഹത്തിന്റെ ടീമിലെ കളിക്കാരാരാണെന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രസിഡന്റ് ഇവർക്ക് എന്ത് ചെയ്യുന്നു? നിയമം അല്ലെങ്കിൽ നിയമമല്ലല്ലോ, നമ്മുടെ എന്താണ്? നിയമനം കൊടുക്കും. അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് ഇവരുടെ സത്യവാചകം എല്ലാം ചൊല്ലിക്കൊടുത്ത് ഇവർക്ക് ആ നിയമനം കൊടുക്കുന്നതെങ്കിലും ഇവരെ നിശ്ചയിക്കുന്നത് ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ഈ പ്രൈം മിനിസ്റ്റർ ആണ് ഇവർ ഏത് വകുപ്പുകൾ കൈകാര്യം ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് അല്ലെ. അതുപോലെ ഷഫിൾ നമ്മൾ ചീട്ടൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിലിട്ട് കുത്തുന്നില്ലേ? അതായത് നമ്പർ തമ്മിൽ മാറിപ്പോകുന്ന രീതിയിലൊക്കെ കുത്തുന്നില്ലേ? അതേ രീതിയിൽ ഈ ഷഫിൾ ചെയ്യുന്നത് വകുപ്പുകൾ, പോർട്ട്ഫോളിയോസ്. അപ്പൊ ഒരു വ്യക്തിക്ക് ഏത് പോർട്ട്ഫോളിയോ കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി തീരുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ ടീമിൽ ആരൊക്കെ വേണമെന്ന്. അപ്പോൾ ഒരു വകുപ്പ് മന്ത്രിയെ തീരുമാനിക്കുന്നതും ആളുടെ വകുപ്പ് തീരുമാനിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി പറയുന്നത് കേട്ടിട്ട് ആരെയും നമ്മുടെ പ്രസിഡന്റ് ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കുവാനായിട്ട് പ്രസിഡന്റ് ബാധ്യസ്ഥനാണെന്ന് പറയുന്നത് ബൈൻഡിങ് ആണ്. പ്രസിഡന്റിന്റെ ഇത് ബൈൻഡിങ് ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ലോക്സഭ പിരിച്ചുവിടാം. പക്ഷേ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പിരിച്ചുവിടാനായിട്ട് പറ്റില്ല. പുതിയ ഭരണസമിതി അധികാരത്തിൽ എത്തുന്നത് വരെ ഈ പറയുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് തുടർന്നേ മതിയാവുകയുള്ളൂ. കാര്യം ആർട്ടിക്കിൾ 74 പറയുന്നുണ്ട്, there shall be a council of ministers should aid and advise the president എന്ന് പറയുന്നുണ്ട്. പ്രസിഡന്റിനെ സഹായിക്കാനായിട്ട്, ഭരണപരമായ കാര്യങ്ങളിൽ സഹായിക്കാനായിട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വേണമെന്ന് പറയുന്നത് കൊണ്ട്
ലോക്സഭ വീണ് കഴിഞ്ഞാലും ഈ മന്ത്രിസഭ എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ടാവണം, പുതിയ മന്ത്രിസഭ വരെ എന്നുള്ളത് അലിഖിത നിയമമായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. പിന്നെ ആർക്കൊക്കെ മന്ത്രിമാരാകാം, അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റും, മന്ത്രിയാകാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. പക്ഷെ അവർ എവിടെയായിരിക്കും റെസ്പോൺസിബിൾ? കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ലോക്സഭ ഓൺലിയാണ്. ലോക്സഭയിൽ മാത്രമായിരിക്കും അവർക്ക് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നത്. പിന്നെയോ രാജ്യസഭയിലും ലോക്സഭയിലും അംഗമല്ലാത്ത ഒരു വ്യക്തിക്കും മന്ത്രിയാകാൻ സാധിക്കും. പക്ഷെ 6 മാസത്തിനകം അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം, എലിജിബിലിറ്റി നേടിയിരിക്കണം. ഏതെങ്കിലും ഒരു ഹൗസിലെ സ്ഥിരം മെമ്പർഷിപ്പിന് അദ്ദേഹത്തിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന മന്ത്രിസ്ഥാനത്തേക്ക് തുടരുവാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ ഈ പറയുന്ന മന്ത്രിമാരെന്ന് പറഞ്ഞ ആളുകൾ, ആ മന്ത്രിമാരെന്ന് പറഞ്ഞ ആളുകളെ തരംതിരിക്കുന്നത്. അങ്ങനെ തരംതിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാമത്തേത് എന്താണ്, ക്യാബിനറ്റ് എന്ന് പറഞ്ഞ റാങ്കാണെന്ന് പറഞ്ഞു അല്ലെ. ക്യാബിനറ്റ് എന്താണ്? ഈ ക്യാബിനറ്റ് റാങ്കിന്റെ പ്രസക്തി. ഈ ക്യാബിനറ്റ് റാങ്കിന്റെ പ്രസക്തി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏതാണ്, ഐവർ ജെന്നിക്സിന്റെയും ലോവലിന്റെയും അതേപോലെ റംസെ മുറിന്റെയൊക്കെ ഡയലോഗുകളൊക്കെ പറഞ്ഞില്ലേ. ഈ ക്യാബിനറ്റിന് നമ്മൾ പല രീതിയിൽ തരംതിരിക്കാറുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള ചില ക്യാബിനറ്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെന്നറിയാവോ? അതാണ് ഷാഡോ ക്യാബിനറ്റ് എന്ന് പറയും. ഒന്ന് ഷാഡോ ക്യാബിനറ്റ്. ഈ ഷാഡോ ക്യാബിനറ്റ് എന്ന് പറയുന്ന സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലില്ല. ഇതുള്ളത് എവിടെയാണ്? ബ്രിട്ടനിൽ ഉണ്ട് ഈ ഷാഡോ ക്യാബിനറ്റ്. എന്ന് വെച്ചാൽ ഒരു ക്യാബിനറ്റ് എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട മന്ത്രിമാരോട് ഒരു കൂട്ടമാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ബ്രിട്ടനിൽ പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവിന്റെ കൂടെ ഭരണപക്ഷത്തെ എതിർക്കുവാനായിട്ട് നിൽക്കുന്ന സുപ്രധാനമായിട്ടുള്ള ആൾക്കാർ കാണുമല്ലോ. അതായത് ഭരണപക്ഷം വീണ് കഴിഞ്ഞാൽ ഭരണം ഉണ്ടാക്കി കൊണ്ടേ പോകേണ്ട ആൾക്കാരാണ് ഈ പ്രതിപക്ഷത്തുള്ള ആൾക്കാർ. അപ്പൊ ഈ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള വിശ്വസ്തരായിട്ടുള്ള കുറച്ച് ആൾക്കാരുമാണ് ഷാഡോ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയുമായിട്ട് നേരിടുന്ന ഫൈറ്റ് ചെയ്യുമ്പോൾ മറ്റു മന്ത്രിമാരുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ കൂടെയുള്ള ആൾക്കാർ, ഇവരാണ് ഷാഡോ ക്യാബിനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ടീംസ്. ഇവിടെയില്ല, എവിടെയാണ്? ലണ്ടനിൽ ഉള്ള ഒരു സിസ്റ്റമാണ് ഷാഡോ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയുള്ള ക്യാബിനറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇന്നർ ക്യാബിനറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അത് കിച്ചൺ ക്യാബിനറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അതായത് ക്യാബിനറ്റ് എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ സർക്കിളിൽ നമ്മുടെ ഇന്ത്യയിൽ എത്ര പേര് കാണും? ക്യാബിനറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ക്യാബിനറ്റ്. ഈ ക്യാബിനറ്റിൽ നമ്മൾ നോക്കിയാൽ ശരാശരി ഒരു 20 പേര് ഒരു കണക്കിലെടുത്ത് 20 പേര് അല്ലെങ്കിൽ 28 പേര് കാണും. 20 മുതൽ 30 പേര് വരെ ക്യാബിനറ്റ് കാണും. 20 to 30 പേര് ക്യാബിനറ്റ് കാണും. ഇതാണ് നമ്മൾ പറഞ്ഞ ക്യാബിനറ്റ് എന്ന് പറഞ്ഞത്. ഇവരെങ്ങനെ സെലക്ട് ചെയ്യുന്നു? ഇവര് സീനിയർ മോസ്റ്റ് മെമ്പേഴ്സ് ആയിരിക്കും. പാർട്ടിയിലും അതല്ലെങ്കിൽ പ്രായം കൊണ്ടും അനുഭവ പരിജ്ഞാനം കൊണ്ടും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും ഇവർ. ഇവർക്ക് എന്ത് കിട്ടും? ഹൈ റെസ്പെക്ട് ഇവർക്ക് ഉണ്ടായിരിക്കും അല്ലെ. ഇവർക്ക് ഹൈ റെസ്പെക്ട് ഉണ്ടായിരിക്കും. റെസ്പെക്ട് മാത്രമല്ല, എന്ത് കിട്ടും? റെമ്യൂണറേഷൻ അല്ലെങ്കിൽ അലവൻസും ഇവർക്ക് ഉണ്ടായിരിക്കും. ഈ അലവൻസും കിട്ടും, റെസ്പെക്റ്റും കിട്ടും. സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്കോ ഇൻഡിപെൻഡന്റ് ചാർജ് ആണ് കിട്ടുക. ഇൻഡിപെൻഡന്റ് ചാർജ് ആണ് ഇവർക്കുള്ളത് അല്ലെ. ഇവരെന്താണ് തീരുമാനിക്കുന്നത്? ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ ഡേ ടു ഡേ അഫയേഴ്സ് തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരാണ്. ഇവർ ഇൻഡിപെൻഡന്റ് ചാർജ് ഉള്ള ആളുകളാണ്. ഇവർ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇവർക്ക് ഹൈ റെസ്പെക്ട് കിട്ടും, ഹൈ റെമ്യൂണറേഷൻ കിട്ടുന്ന ആൾക്കാരാണ് അല്ലെ. ഇവരാരെല്ലാമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിർമ്മല സീതാരാമൻ ക്യാബിനറ്റ് റാങ്കിലുള്ള ആളാണെന്ന് പറയാൻ പറ്റും. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന അമിത് ഷാ അല്ലെ, നമുക്ക് പറയാൻ പറ്റും ക്യാബിനറ്റ് ആണെന്ന്. പ്രതിരോധം കൈകാര്യം ചെയ്യുന്ന രാജ്നാഥ് സിംഗിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും അല്ലെ. റോഡ് ഗതാഗതം ഒക്കെ കൈകാര്യം ചെയ്തിട്ട് നമ്മുടെ നിതിൻ ഗഡ്കരി ഉണ്ടല്ലോ, കൽക്കരിയൊക്കെ കൈകാര്യം ചെയ്തിരുന്ന അല്ലെ. ആ കൽക്കരി അല്ല, നമ്മുടെ ഗഡ്കരി, നിതിൻ ഗഡ്കരിയെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പല പല കാര്യങ്ങള്, വകുപ്പുകൾ, സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാർ എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലെ. ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാർ വെച്ചാൽ അതാണ്. ഇതിൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഇന്നർ ക്യാബിനറ്റ്, ഒരു കിച്ചൺ ക്യാബിനറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ 28-30 പേരുള്ള ക്യാബിനറ്റ് മന്ത്രിമാരുടെ പേര് പറഞ്ഞു. ഇതിൽ തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വളരെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ദൈനംദിന ഭരണകാര്യങ്ങൾ തീരുമാനിക്കും. മീറ്റിംഗ് കൂടുന്നത് ഇവരൊക്കെ ആയിരിക്കും അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്നർ ക്യാബിനറ്റ്. ക്യാബിനറ്റ് വിത്തിൻ ദ ക്യാബിനറ്റ്. ക്യാബിനറ്റിനകത്തൊരു ക്യാബിനറ്റിനെയാണ് നമ്മൾ ഇന്നർ ക്യാബിനറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇതിനെ വിളിച്ചിരുന്ന കിച്ചൺ ക്യാബിനറ്റ് എന്നായിരുന്നു. ഇസ്രായേലിലെ പ്രധാനമന്ത്രി ഗോൾഡ മേയർ എന്ന് പറയുന്ന ഒരു വനിത ഭരിക്കുന്ന സമയത്ത് അതിനെ വിശേഷിപ്പിച്ചത് കിച്ചൺ ക്യാബിനറ്റ് എന്നായിരുന്നു. വനിതാ പ്രധാനമന്ത്രിമാര് ഉള്ള സ്ഥലങ്ങളിൽ ഇതിനെ കളിയാക്കിയൊക്കെ വിളിക്കുന്ന ഒരു പേരായിരിക്കാം ചിലപ്പോൾ കിച്ചൺ ക്യാബിനറ്റ് എന്ന്. നമ്മുടെ ഇവിടെ ഇന്നർ ക്യാബിനറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നർ ക്യാബിനറ്റിൽ ആരെല്ലാം ഉണ്ടെന്ന് ചോദിച്ചാൽ 4-5 പേര് കാണും അല്ലെ. ആരൊക്കെ കാണും? ഒന്ന് നമ്മുടെ അമിത്ഷാ ഉണ്ടാവും, അതേപോലെ രാജ്നാഥ് സിംഗ് ഉണ്ടാവും, പിന്നെ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി ഉണ്ടാവും, പിന്നെ ഗഡ്കരി ഉണ്ടാവും,
പിന്നെ ആര് കാണും? നിർമ്മലാ സീതാരാമനെ പോലുള്ള ആൾക്കാരൊക്കെ ഉള്ളതായിരിക്കാം. അതായിരിക്കാം ചിലപ്പോൾ ഇവിടുത്തെ ഇന്നർ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇന്നർ ക്യാബിനറ്റ്, പ്രധാനപ്പെട്ട ക്യാബിനറ്റ് എന്ന് പറയുന്നതാണ്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈയും കണക്കുമില്ലാതെ വാരിക്കൊരു മന്ത്രിമാരെയൊന്നും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. കാര്യം എന്തൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് പറയുന്നതാണ് 15%. അതായത് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷുഡ് നോട്ട്, അല്ലെ, എത്രയാണ്, എന്താണ്, അതിൽ കൂടാൻ പാടില്ല. എക്സീഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷുഡ് നോട്ട് എക്സീഡ് 15% ഓഫ് ദ ടോട്ടൽ മെമ്പർ ഓഫ് ദ ഹൗസ്. ഇപ്പൊ ലോക്സഭയുടെ 543 ലോക്സഭയുടെ അംഗസംഖ്യ. ഇതിന്റെ 15% കൂടാൻ പാടില്ല. നമ്മുടെ ക്യാബിനറ്റ് അല്ല, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മൊത്തം എണ്ണം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം എന്ന് പറയുന്നത് 91ാമത്തെ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 2003 നിലവിൽ വന്നതാണ്. അപ്പൊ 2003 91ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ്. നമ്മൾ നോക്കിയാൽ അറിയാം, അല്ലെ, 500ന്റെ 10% എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്. 500ന്റെ 10% 50 ആണെന്നറിയാം, അല്ലെ. 500ന്റെ 5% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്. 25 ആണെന്ന് പറയാം. ഒരു 75 പേര്, പിന്നെ വീണ്ടും ഒരു 50 കിടപ്പുണ്ട്, അല്ലെ. അതിന്റെ കൂടി എടുത്തു കഴിഞ്ഞാൽ പരമാവധി 7 പേര്, 80-81 പേര് വരെയൊക്കെ നമുക്ക് നമ്മുടെ ലോക്സഭ അംഗങ്ങളുടെ 15% 80-82 വരുള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്ത് പോകാൻ പാടില്ല? ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരുടെ എണ്ണം പോകാൻ പാടില്ല എന്നാണ്. ക്യാബിനറ്റ് അല്ല, മൊത്തത്തിലുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എണ്ണം കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചത് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരുടെ പ്രത്യേകതയാണ്. ക്യാബിനറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഡേ ടു ഡേ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന, ദൈനംദിന മീറ്റിംഗുകൾ കൂടുന്ന, പ്രധാനമന്ത്രിയുടെ വിശ്വസ്തന്മാരായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ചാർജുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ കൂട്ടായ്മയാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ക്യാബിനറ്റ് എന്നുള്ള പദം നമ്മുടെ ഭരണഘടനയിലെ തുടക്കത്തിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ക്യാബിനറ്റ് എന്നുള്ള പദം ഭരണഘടനയിൽ എന്ന് എഴുതി ചേർത്തു എന്ന് ചോദിച്ചാല് അത് 1978 എഴുതി ചേർക്കപ്പെടുന്നത്. 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇത് എഴുതി ചേർക്കുന്നത്. എമർജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് എഴുതി ചേർക്കുന്നത്. എമർജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിക്കിൾ 352 ഇത് എഴുതി ചേർക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ക്യാബിനറ്റിന്റെ റിട്ടേൺ ഡോക്യുമെന്റ് വേണമെന്ന് പറയുന്ന ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന ക്യാബിനറ്റ് എന്നുള്ള പദം ഇന്ത്യൻ ഭരണഘടനയിൽ ഇടം പിടിച്ചു. ഇതാണ് ക്യാബിനറ്റിനെ സംബന്ധിച്ച് നമ്മൾ അത്യാവശ്യം അറിയേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നമ്മുടെ സംഭവമാണ് സഹമന്ത്രി എന്ന് പറഞ്ഞ സ്ഥാനം. അതായത് എന്താണ്? മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയും, അല്ലെ. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സഹമന്ത്രി എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ എന്തായിരിക്കാം? സെക്കൻഡ് റാങ്ക് മിനിസ്റ്റേഴ്സ് ആണ്. രണ്ടാമത്തെ റാങ്കിൽ നിൽക്കുന്ന മന്ത്രിമാരാണ് ഈ പറയുന്ന മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവർ ആരായിരിക്കും? സെക്കൻഡ് റാങ്ക്. ആർക്ക് പിന്നിലാണ്? ക്യാബിനറ്റിന്റെ തൊട്ട് താഴെയാണ്. ബിലോ ദ റാങ്ക് ഓഫ് ക്യാബിനറ്റ് ആണ്. ക്യാബിനറ്റിന്റെ തൊട്ട് താഴെയാണ്, അല്ലെ. ഇവർ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും? ഇവർക്ക് ഏത് റാങ്ക് ഇല്ല? ക്യാബിനറ്റ് റാങ്ക് ഇവർക്ക് ഇല്ല. ഇവർക്ക് ക്യാബിനറ്റ് റാങ്ക് ഇല്ല. പിന്നെയോ ഇൻഡിപെൻഡന്റ് ചാർജ് ചിലപ്പോൾ കിട്ടിയേക്കും, അല്ലെ. ഇൻഡിപെൻഡന്റ് ചാർജ് മേ ബി ഗിവൺ. ഇൻഡിപെൻഡന്റ് ചാർജ് ചിലപ്പോൾ നൽകിയേക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്യാബിനറ്റ് മന്ത്രിമാരെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാം. അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്ന പേരുകളൊക്കെ ഉണ്ടല്ലോ. ശോഭ കരന്തലാജെ എന്ന് പറഞ്ഞ ഒരാളല്ലേ? ശോഭ കരന്തലാജെ അതാണ് മാനവ വിഭവമൊക്കെ അവരാണെന്ന് തോന്നുന്നു ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്. ശോഭ കരന്തലാജെ എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്, വനിതയാണ്. അപ്പോൾ അവരൊക്കെ എന്താണ്? ക്യാബിനറ്റ് റാങ്ക് ഇല്ലാത്ത മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിൽ പെടുന്ന, എന്നാൽ സ്വതന്ത്ര ചുമതലയുള്ള ആളുകളായിട്ട് നമുക്ക് പെടുത്താൻ പറ്റുന്ന ആൾക്കാരാണ്. നമ്മുടെ സുരേഷ് ഗോപി ഏതാണ്? സ്വതന്ത്ര ചുമതല അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം എന്താണ്? സഹമന്ത്രിയാണ്, അല്ലെ. അതേപോലെ നമ്മൾ നോക്കിയാൽ എൽ മുരുകൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള എൽ മുരുകൻ, അതേപോലെ ജോർജ് കുര്യൻ, ഇവരൊക്കെ ഏതാണ്? മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾ പറഞ്ഞില്ലേ ഡേ ടു ഡേ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ക്യാബിനറ്റ്. ആ ഡേ ടു ഡേ മീറ്റിംഗിൽ ഇവര് പങ്കെടുക്കേണ്ട കാര്യമില്ല. ഇവരെ ചിലപ്പോൾ വിളിക്കാം. കാര്യം ഇവര് കൈകാര്യം ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗിൽ ഇവര് വിളിക്കും, അല്ലെ. ദേ ക്യാൻ ബി ഇൻവൈറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. പ്രധാനമന്ത്രി ഇവരെ വിളിക്കും. വിളിക്കാൻ നേരത്ത് ആ മീറ്റിംഗിൽ ചെന്ന് പങ്കെടുക്കുക. എന്നിട്ട് ഇവരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പറയാം. അതാണ് ഇവരുടെ ചുമതല. ഇവർക്ക് ശമ്പളം കിട്ടും. ആർക്ക്? അലവൻസ് എന്ന് പറയുന്നത് ആർക്ക് തുല്യമായിട്ട് കിട്ടും? ക്യാബിനറ്റ് മന്ത്രിമാർക്ക് തുല്യമായ അലവൻസ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിന് കിട്ടും.
ബട്ട് എന്ത് കിട്ടില്ല? റെപ്യൂട്ടേഷനും റെക്കഗ്നിഷനും കിട്ടില്ല. അപ്പൊ റെക്കഗ്നിഷൻ ആൻഡ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ക്യാബിനറ്റ് മന്ത്രിമാരെ പോലെ കിട്ടില്ല. പക്ഷെ അലവൻസ് ക്യാബിനറ്റ് മന്ത്രിമാർക്ക് തത്തുല്യമായ രീതിയിൽ ഇവർക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ടുള്ള മന്ത്രി, അതായത് ഡെപ്യൂട്ടി മന്ത്രി എന്ന് പറഞ്ഞൊരു സ്ഥാനമുണ്ട്. ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവരെ വിശേഷിപ്പിക്കുന്ന ഒരു ഉപമന്ത്രി എന്നാണ് കേട്ടോ. ഉപമന്ത്രി. അപ്പൊ ആരാണ് ഉപമന്ത്രി എന്ന് ചോദിച്ചാൽ ജൂനിയർ മോസ്റ്റ് മെമ്പേഴ്സ്. ഇപ്പൊ നിലവിലുള്ളതിൽ ജൂനിയർ മോസ്റ്റ് റാങ്കിലുള്ളതാണ് ഈ പറയുന്ന ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. കാര്യം നമ്മൾ പറഞ്ഞ നാലാമത്തെ കാറ്റഗറിയായിട്ടുള്ള പാർലമെന്ററി സെക്രട്ടറീസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഉപമന്ത്രിമാരാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ. ഇവർക്ക് ഇൻഡിപെൻഡന്റ് ചാർജ് ഒരിക്കലും എന്ത് കിട്ടില്ല? ദേ ആർ നോട്ട് ഗിവൺ ഇൻഡിപെൻഡന്റ് ചാർജസ് ഓഫ് സർട്ടൺ മിനിസ്ട്രീസ്. അവർക്കൊരിക്കലും ഇൻഡിപെൻഡന്റ് ചാർജ് കൊടുക്കുകയില്ല. അവരെന്ത് ചെയ്യണം? ദേ ക്യാൻ ബി അസിസ്റ്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യാം. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് നിർദ്ദേശിക്കുന്ന വർക്കുകൾ ചെയ്യാം. ഇവർക്ക് എങ്ങനെയായിരിക്കും? ലോ പേയ്മെന്റ് ആയിരിക്കും ഉള്ളത്. കുറഞ്ഞ പേയ്മെന്റ് ആണ് ആർക്കുള്ളത്? ഈ ഡെപ്യൂട്ടി മിനിസ്റ്റർമാർക്ക് ഉള്ളത്. ഇപ്പൊ നിലവിൽ അങ്ങനെ ഡെപ്യൂട്ടി മിനിസ്റ്റർമാരായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു അറിവ്. ഇനി ചിലപ്പോൾ വരും ദിവസങ്ങളിൽ പുതിയ മന്ത്രിസഭാ വികസനമൊക്കെ നടക്കുമ്പോൾ ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വകുപ്പ് കൊടുത്തേക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഉപമന്ത്രിയും സഹമന്ത്രിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുള്ള ആ ചോദിക്കു പറയാമെന്നുള്ള സെഗ്മെന്റിൽ ഇത്തരത്തിലൊരു ചോദ്യം ഒരു പോസ്റ്റിംഗിൽ കണ്ടു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? അതിലേക്ക് നിങ്ങൾ ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ലാത്ത വീഡിയോ ക്ലാസ്സുകളാണെങ്കിൽ അത് ചെയ്തു തരുന്നതാണ്. ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ചോദ്യം നമ്മൾ കണ്ടിരുന്നു. അതെന്ന് വെച്ചാൽ നമ്മുടെ സിവിൽ സർവീസിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. അത് നമ്മൾ ചെയ്ത് നമ്മുടെ ഹോട്ട് ടോപ്പിക്സിന്റെ കൂട്ടത്തിൽ നമ്മൾ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടിട്ട് തൃപ്തമായിട്ട് തോന്നിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും രണ്ടാമത് എടുക്കാവുന്ന ക്ലാസ്സുകളും കൂടിയാണ് അതെന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കൂ പറയാമെന്ന സെഗ്മെന്റിൽ നൽകിയ ഈ വിശദീകരണം നിങ്ങൾക്ക് തൃപ്തികരമാണെന്ന് തോന്നിയാൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓൾ ദ ബെസ്റ്റ്.